അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രക്കിടവിൽ നമ്മളിപ്പോൾ സൗത്ത് സുഡാന്റെ അധികമാരും പ്രവേശിക്കാത്ത, റോഡുകളില്ലാത്ത, പഴമയുണർത്തുന്ന ഉൾഗ്രാമങ്ങളുടെ പ്രവേശന പാതയിലാണ്. ഈ പുഴ കടന്നു വേണം നമുക്ക് വാറു ഡേവിഡിന്റെ വീട്ടിലേക്ക് എത്തുവാൻ. മണലൂറ്റുന്നത് ശിക്ഷാർഹമല്ലാത്തതുകൊണ്ട് ഈ പുഴ വെട്ടിയിടിച്ചാണ് ഇതിനരികിലുള്ള പലരും അവരുടെ ജീവിതം തള്ളി നീക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നേരം വളരെ വൈകിയെങ്കിലും ഒടുവിൽ വാറു ഡേവിഡിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവർ ഒരുക്കിയ പുല്ലുമേഞ്ഞ ചെറുകുടിലാണ് ഇന്നിനി വിശ്രമം. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡാണ് നമുക്ക് ഈ ഗ്രാമവാസികൾ ചേർന്ന് ഒരുക്കി വെച്ചിരുന്നത്. ഇതാണ് ഇവരുടെ കിച്ചൺ. ഇവരെല്ലാവരും ചേർന്നിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. എന്റെ പുറകിൽ കാണുന്ന ഈ പുല്ലുമേഞ്ഞ ചെറു കുടിലുകളിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വിശ്രമിച്ചത്. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന, എപ്പോഴും കുളിർമ നിലനിർത്തുന്ന തനത് ആഫ്രിക്കൻ ശൈലിയിലുള്ള ഈ ചെറു കുടിലുകളിലാണ് ഇവരുടെ താമസം. ഇവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാനായി ഇവർ തയ്യാറാക്കിയിരിക്കുന്ന കുടിലുകളാണ് പുറകിൽ കാണുന്നത്. അതിനുള്ളിൽ കുനിഞ്ഞു കയറുമ്പോൾ കാണുന്നത് ഒരു കുഴിയുടെ മുകളിൽ കുറച്ച് തടികൾ വാരിയിട്ട് മധ്യഭാഗത്തായി കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇവരുടെ അപകടം നിറഞ്ഞ ടോയ്ലറ്റ്. ഇവിടെ വരുമ്പോൾ സ്ഥിരം സന്ദർശിക്കാറുള്ള വേണ്ടപ്പെട്ടവർക്ക് വന്ദനം പറഞ്ഞ് ചർച്ചിലെത്തിയപ്പോൾ കണ്ടത് ഞങ്ങൾ വരുന്നെന്നറിഞ്ഞ് ഞങ്ങളെയും കാത്ത് അക്ഷമരായി പടിവാതിൽക്കൽ നിൽക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയായിരുന്നു. അകത്തു നിൽക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ചർച്ചിന് വെളിയിൽ കുഞ്ഞിനെ മുതുകിൽ കെട്ടി സന്തോഷത്തോടെ നൃത്ത ചുവടുകൾ വയ്ക്കുന്നതാണ് വാറു ഡേവിഡിന്റെ ഭാര്യ. പടിവാതിൽക്കൽ നിൽക്കുന്നത് സംസാരശേഷിയില്ലാത്ത അവരുടെ മൂത്ത മകൻ ഐസക്കും. വെറും മണ്ണും കുറച്ച് ചുള്ളിക്കമ്പുകളാലും തീർത്ത ഭിത്തിയുള്ള ഈ ദൈവാലയത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന കോടികൾ മുടക്കി പണിയുന്ന മണിസൗധങ്ങളുമായി തുലനം ചെയ്യുക ശരിയല്ല. എങ്കിലും ദൈവം വസിക്കുന്നത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായുള്ള കെട്ടിടങ്ങളിലും പ്രതിമകളിലും അല്ല, മറിച്ച് മനുഷ്യനിൽ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇവർക്ക് പറയുവാനുള്ളത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്. നരഭോജികളായിരുന്ന ഇവരെ നരസ്നേഹികളാക്കിയ ദൈവസ്നേഹത്തിന്റെ ചരിത്രം. ഇവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സംസാരിച്ചു, ഒരു പാട്ടും പാടി ഞാനിരുന്നു.
നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ കാണുന്നത് സൗത്ത് സുഡാനിയായ വാറു ഡേവിഡിനെയും തന്റെ സുഹൃത്ത് കോങ്കലീസായ മണ്ടേലയാണ്. എനിക്ക് ഏതു നേരവും കയറി വരുവാനും ഇവിടെ പ്രവർത്തിക്കുവാനും വാതിൽ തുറന്നത് ഇവരിലൂടെയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഈ ദേശവാസികളെ നടുക്കിയ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിരുന്ന ഗ്യാങ്ങിൽപ്പെട്ട പ്രധാനിയായിരുന്നു വാറു ഡേവിഡ്. സ്വന്തം പിതാവിന്റെ വീട് തീയിട്ട് കത്തിച്ചതിന് ശേഷം അദ്ദേഹത്തെ മൃഗീയമായി കൊല്ലുവാൻ ശ്രമിച്ചതിനെ തുടർന്ന് തുറങ്കലിൽ അടയ്ക്കപ്പെടുകയും ജയിൽ മോചിതനായ ശേഷം ചില സുഹൃത്തുക്കൾ വഴി ഞാനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മിഷൻ സ്കൂളിൽ ട്രെയിനിങ് ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം ഈ നാടിന് മുഴുവൻ അത്ഭുതമായി മാറിയ ഇദ്ദേഹം ഈ ചർച്ച് പണിത് തന്റെ പാസ്റ്ററിന് കൈമാറി അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെ ഇപ്പോൾ എന്റെ കൂടെ ആയിരിക്കുന്നു. ഇങ്ങനെ പറയുവാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ഇതുപോലെ പലരുടെയും ജീവിതം മാറിയതിനെ തുടർന്നാണ് ഈ റെഫ്യൂജീസ് ക്യാമ്പിൽ പ്രവർത്തിക്കുവാനും അവരിൽ ഒരാളാകുവാനും എനിക്ക് അനുവാദം ലഭിച്ചത്. ഇനി അധികം കാഴ്ചകളില്ല. എന്റെ ദീർഘകാല സുഹൃത്തായ പാസ്റ്റർ ഐസക് ബഡായി ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ല. തലയിൽ തൊപ്പി വെച്ച് നിൽക്കുന്ന അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനിയാണ്. ഞങ്ങൾ കൈകോർത്ത് അദ്ദേഹത്തിനും ഈ ദേശത്തിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു. അതിമനോഹരമായ ഒരു ദൈർഘ്യദൂര യാത്രയ്ക്ക് ശേഷം ആർത്തിരമ്പുന്ന നൈലിനെ നോക്കി അത്ഭുതത്തോടൊന്ന് പുഞ്ചിരിച്ച് മടങ്ങുമ്പോൾ ഹൃദയത്തിൽ ആഴത്തിലേറ്റ ഒരു നോവിന്റെ കഥ പറയുവാനുള്ള സൗത്ത് സുഡാനി റെഫ്യൂജീസിന്റെ മുഖം വീണ്ടും ഓർമ്മ വരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഒരായുസിന്റെ അധ്വാനവും കണ്ണീരും ഉപേക്ഷിച്ച് ജീവഭയത്തോടെ കൺമുന്നിൽ വെടിവെച്ചും വെട്ടേറ്റും പിടയുന്ന സ്വന്തം ചോരയെ കണ്ടില്ലെന്ന് നടിച്ച് അഭയാർത്ഥികളായി വന്നു പാർക്കുന്ന ഇവരുടെ ജീവിതത്തിന് വിവരിക്കാൻ പറ്റാത്ത ചരിത്രം ഇനിയും ബാക്കി.